പറഞ്ഞാലും കുറ്റം പറയാൻ പോകും. എന്തെങ്കിലും മനസ്സിലാവില്ല. ഇവരുടെയൊക്കെ വീട്ടിൽ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുശുമ്പായിരിക്കുമല്ലേ ഈ നെഗറ്റീവ് പറയാം. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവിനെ ഒന്നും പ്രേമിക്കാൻ പോകുന്നില്ല, അവരുടെ മക്കളെ പിടിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു. ഞാൻ ആരും ഒന്നിനും പറയാൻ പോകുന്നില്ല. സത്യം. രേണുവിൻ്റെ കാര്യം നോക്കി പോകുന്നു, ബാക്കി എല്ലാവരും രേണുവിനെ കുറ്റപ്പെടുത്തുമെന്നാണ് രേണു പറയുന്നത്. ഓക്കെ, ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് രേണുവിൻ്റെ കോണ്ടന്റ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഇത് ചെയ്യത്തില്ലെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ കൂട്ടുകാരൻ അതുലിനെതിരെ അതും വേറെ പല വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്ന് വിളിച്ചിട്ട് ഇന്ന പോലെ അവനിട്ട് പണി കൊടുക്കണം, അങ്ങത് കൊടുക്കണം, മറ്റേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്കൊക്കെ രേണുവിൻ്റെ കോണ്ടന്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി, ഏത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. പിന്നെ കൊല്ലത്ത് ആ പയ്യൻ്റെ കേസായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു ഡോക്ടറിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിനെ പറ്റി, അതും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറൊരു കോണ്ടന്റും കൂടെ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പം എങ്ങനെ പുറം രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാൻ ഒരു ഈച്ച പോലും ഇല്ല. പിന്നെ ഈ ഒരു കേസ് തൊട്ട് എല്ലാവരും വന്നിരുന്ന് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ അല്ലാതെ പിന്നെ ഇതുപോലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ രേണു ചേച്ചിയുടെ മെയിനായിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, കാണിക്കുന്ന കള്ളങ്ങൾ, സോഷ്യൽ മീഡിയ വന്ന് പറയുന്ന ഓരോ കള്ളങ്ങളും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല, ഈ പെണ്ണുമ്പിള്ളയുടെ പുറകെ നടക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഇപ്പോഴേ പറയാം, ഇപ്പം അതുലിൻ്റെ പേരിലും എൻ്റെ പേരിലൊക്കെ നേരത്തെ ഇവർ കൊണ്ട് കേസ് കൊടുത്തതാണ്. എൻ്റെ പേര് കേസ് കൊടുത്ത് ഇവരുടെ ചേച്ചിയായിരുന്നു. അത് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ സോൾവ് ചെയ്തു. അതുലിൻ്റെ പേരിലെ കേസ് കോടതിയിലോട്ട് പോയിട്ടുണ്ട്. അവൻ നല്ല രീതിയിൽ ഇരുന്ന് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആ കോടതി പോയ കേസ് കേട്ടെല്ലാം കോമഡിയാണ്. പിന്നെ അവൻ്റെ പേര് വേറെയും കേസ് കൊണ്ട് കൊടുത്തു. ഇപ്പോൾ എൻ്റെ വല്ലവനെ കൊണ്ട് അവനെ എന്താ പറയുക, അവനെ ഒതുക്കി കളയണം, അവനെ തീർത്ത് കളയണം എന്നൊക്കെയുള്ള സംസാരമൊക്കെ വന്നപ്പോഴാണ് നമ്മളിത് വീണ്ടും ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. അല്ലാതെ ചേച്ചിയോടുള്ള സ്നേഹം കൂടുതലോ കുറവോ ഒന്നും കൊണ്ടൊന്നുമല്ല. ചേച്ചി ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ്. ഇത് മറ്റുള്ളവർക്ക് കോണ്ടന്റ് ആയിരിക്കും, ഞങ്ങൾക്കിത് പറയുന്നില്ല എന്താണെന്ന്. ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ, എങ്കിൽ വാശി. കാരണം ഞങ്ങളങ്ങനെ ചവറ് പോലെ ഒരു കോണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും റീസൺ കാണും, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എൻ്റെ പൊന്നു സുന. ഓക്കെ. ആ ചേച്ചിയുടെ ബാക്കി നമുക്ക് കേൾക്കാം. മഞ്ജു പത്രോസോ അവരും വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ബഹറിന്ന് പാല് മേടിച്ചാ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും മഞ്ജു പറയുന്ന ഒന്ന് കേൾക്കാം. നമ്മുടെ വനിതാ ദിനമല്ലേ, ലേഡീസ് ഡേ. അപ്പൊ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മള് എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തില് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം അത് കറക്റ്റ് കാര്യമാണ്. ആ ഒരു ധൈര്യം നമ്മളാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ തീരാന്ന് കേസ് കേട്ടേ ഉള്ളൂ. രേണു സുധി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ ഹൈ ലെവൽ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് മാനേജറുണ്ട്, അവരാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നത്, A to Z കാര്യങ്ങൾ. അപ്പം ഇതുപോലുള്ള മീഡിയക്കാരും ഓഡിയോക്കാരും ഒക്കെ ഓൺലൈൻ ചാനൽക്കാരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് ചോദിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ ഈ പറയുന്ന എനിക്കെതിരെ ഇപ്പം ഈ അതുലിനെതിരെ ഇപ്പം സംസാരിച്ചിട്ടുണ്ട്. ആ കാണിക്കുന്ന ധൈര്യമൊക്കെ എൻ്റെ പൊന്ന് രേണു ഈ മീഡിയക്കാരെടുത്ത് കാണിക്കാൻ നോക്കുക. അവരോട് പറയാം അത് വേണ്ട, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് തന്നെ പറയണം. ഇല്ല ഹനാൻ്റെ കേസായിട്ട് വന്നിട്ട് രേണു അങ്ങോട്ട് പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിലെ സംസാരങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഒന്നും സോഷ്യൽ മീഡിയ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വന്നിട്ട് ഒരു അക്ഷരം നിങ്ങളെ മിണ്ടിയില്ല. കാരണം മിണ്ടിയ നിങ്ങൾക്ക് 18 പണി കിട്ടുമെന്നറിയാം. വെറുതെ കിടക്കുന്ന ആനിയുടെയും അവരുടെയൊക്കെ നെഞ്ചത്ത് കയറി കിടക്കുന്നത്. പിന്നെ ഈ മീഡിയക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഓരോ മീഡിയക്കാർ അവിടെ വരുന്ന രേണു വിളിച്ചിട്ടാണ് വരുന്നത്. അവിടെ ഇന്ന സ്ഥലത്ത് ഞാൻ വരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിക്കുമെന്നും പറഞ്ഞിട്ട് നിങ്ങളാണ് വിളിച്ച് വരുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കേസ് കേട്ടാ. കാണുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. രേണുവിനൊരു കാര്യം അറിയാം, രേണുവിനല്ല ജനങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? രേണുവിൻ്റെ കോണ്ടന്റ് ഈ ഓൺലൈൻ മീഡിയക്കാരാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഈ 2 കാര്യങ്ങൾ നിൽക്കാവോ? പിന്നെ രേണു സുധി എന്ന് പറഞ്ഞ വൻമരം ഇല്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ.
ബാക്കിയും കൂടെ വെക്കാം. നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പം അവന്മാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രേണു നിങ്ങൾക്ക് അടിച്ചു കയറി വരുമോ, അയ്യോ അങ്ങനാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്. ഇത് എന്തുകൊണ്ട് രേണുവിന് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് രേണുവിന് ഇതെന്ന് പറഞ്ഞുകൂടാ? രേണു എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലെങ്കിൽ രേണു അതിനോട് ഇത് ചെയ്യുന്നില്ല? കാരണം അവർക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഇത് തന്നെ വേണം. അപ്പോൾ ഈ അടുത്ത സമയത്ത് അവർക്ക് എന്താ പറയണ്ടേ, ബിഗ് ബോസിലൊക്കെ ചെന്ന് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ കോണ്ടന്റേ ഇല്ലായിരുന്നു, അവരെ വേണ്ട ആൾക്കാർക്ക്. ആ ഒരു സ്ഥിതിയിലോട്ട് പോയി വന്നപ്പോഴാണ് ഈ അടുത്ത സമയത്തോട്ട് വീണ്ടും അവർ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ച് വെക്കുന്നത് വീണ്ടും. അപ്പം പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ എല്ലാണം വന്നിട്ട് നാണമില്ലാതെ അവർ സ്ത്രീയല്ലേ, എന്തിനവരെ പുറകെ ഇങ്ങനെ നടക്കുന്നു, എന്തിനിങ്ങനെ പുറകെ നടക്കുന്നതിന്? ഇവരത്ര ചില്ലറക്കാരിയൊന്നും അല്ല, നമുക്ക് നല്ല രീതി അറിയാം. എനിക്കും അതുലിനും പേഴ്സൺ റിവെഞ്ച് ആണെന്ന് തന്നെ കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറെ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നെ കുട്ടി ചിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാം. ഡബിൾ മീനിങ് നല്ല രീതി ഇവന്മാർ പറയുന്നുണ്ട്, നല്ല രീതി. ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാർ ഡബിൾ മീനിങ് അടിച്ച് കയറ്റുന്നുണ്ട്. അതിനൊത്ത് തുള്ളി കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. അതിനെന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല? നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുമ്പോഴാണല്ലോ എല്ലാവർക്കും ഒരു ഇത്. ഓക്കെ, ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം ഒക്കെയാണ്. അതിന് കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെ കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അത് രേണുസുതി ഉദ്ദേശിച്ചാണ്, അത് രേണുസുതി ഉദ്ദേശിച്ച് മാത്രമാണ്. സത്യമല്ലേ? വടയുടെ കാര്യമൊക്കെ പറയുമ്പം ചേച്ചിയുടെ കുറച്ച് ഡബിൾ മീനിങ്, അനിയനെ പോലെ കാണുന്ന അവൻ്റെ ഡബിൾ മീനിങ് അടിപൊളി. കാറിനകത്ത് മീഡിയക്കാർ വരുമ്പോഴത്തേക്ക് കുനിഞ്ഞിരുന്ന് കൊടുക്കും. അപ്പോൾ കാണുന്ന മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു വ്യൂ നോക്കുമ്പോൾ വേറെ പലതോ അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ, അത് കത്തിക്കാൻ വേണ്ടി. രേണു ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഏറ്റെടുത്ത് അതിനൊരു 50 ലക്ഷം വ്യൂസൊക്കെ വരുത്തണമല്ലോ. അതിനിതല്ല, ഇതിൻ്റെ അപ്പുറവും പരിപാടി, പ്രൊമോഷനെ. നാണം കെട്ട തൊലി. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. ഇവറ്റകളൊന്നും അത് പറയൂല. ഇവറ്റകളൊക്കെ ജന്മമേ അങ്ങനെയാണ്. ഈ നാറ് ജീവിക്കുക എന്ന് പറയത്തില്ലേ, അധ്യയനം എന്ന് പറഞ്ഞാൽ അധ്യയനം. ഓക്കെ, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലാണെങ്കിലും സംസാരിക്കുന്നുണ്ട്, ചില ആൾക്കാരുകൾ മാത്രം ഇവരെന്തിനാ രേണുവിൻ്റെ പുറകിന് മാത്രം നടക്കുന്നത്? വേറെ കോണ്ടന്റ് വേറെ എത്രയോ കുഴപ്പമുണ്ട്, കയറി നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇത് ഒരു പേഴ്സണൽ ഒരു സംഭവമായിട്ട് അങ്ങ് കൂട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്, ബൈ ബൈ.